Hello, welcome to Market Discussion of the Day. Today, June 3rd, 2025, Tuesday ആണ്. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾക്കറിയാം ട്യൂസ്ഡേയ്സിൽ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പുതിയൊരു ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് രണ്ട് ബാച്ചായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഏത് സമയത്താണോ നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, സോ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടാവും. അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാ ദിവസവും ലൈവായിട്ട് വൈകുന്നേരം 6:30 മണിക്ക് ഈ പറയുന്ന മാർക്കറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അതിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് തരും. ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് ലൈവ് അക്കൗണ്ട് തുടങ്ങാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജൂലൈ 1 തൊട്ടാണ് പെയ്ഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഇന്ന് നമുക്കൊരു ബേസിക്കലി ഇന്നൊരു സേഫ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. വേറെ പൊളിറ്റിക്കലായിട്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഇന്നൊരു സെമി ടെക്നിക്കൽ ഡേ ആണ്. ഓക്കെ, വലിയ രീതിയിലുള്ള ന്യൂസുകളൊന്നും കലണ്ടർ ബേസ് ചെയ്തിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്കൽ ലെവലിൽ നടക്കുന്നുണ്ടെങ്കിലും കലണ്ടർ ബേസ് ചെയ്തിട്ട് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് 10 മണിക്ക് UK ടൈമിംഗ് 10 മണിക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ അത് യൂറോപ്യൻ സോണിൽ നിന്ന് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. സോ അത് യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ജോൾഡ് ജോബ് ഓപ്പണിംഗ് ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ഡയറക്ഷണൽ ചേഞ്ചോ അല്ലെങ്കിൽ ഭയങ്കരമായ ചാഞ്ചാട്ടോ ഒന്നും ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ആഴ്ച NFP ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ ജോൾഡ് ജോബ് ഓപ്പണിങ്ങിൻ്റെ ഡേറ്റ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ വൈകുന്നേരം 5 മണിക്ക് ലഗാർഡിൻ്റെ സ്പീച്ചും ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ആഴ്ച ലഗാർഡ് ECB പ്രസിഡന്റ് ലഗാർഡ് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഇതൊരു അവസരമാക്കണമെന്നും US നിന്ന് വരുന്ന പല ന്യൂസുകളും ഒരു അവസരമാക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് അത് യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇതൊന്നും വളരെ ഭയങ്കരമായ ന്യൂസുകളൊന്നും അല്ലെങ്കിലും അത്യാവശ്യം മീഡിയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ, ഗോൾഡ് ബേസിക്കലി എന്താ പറയുക, ഇന്നലെ നമ്മൾ കണ്ടു ഗോൾഡിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ഓട്ടം. ഓൾമോസ്റ്റ് ഒരു 900 പിപ്സ് 1000 പിപ്സിൻ്റെ അടുത്തുള്ള ഒരു മൂവ്മെൻറ്റ് ഇന്നലെ ഗോൾഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ക്ലോസ് ആയത് 80ൻ്റെ മുകളിലായിട്ടാണ്. ഓക്കെ, സോ അത് മെനഞ്ഞാന്ന് ഉക്രൈൻ റഷ്യയിലിട്ട ഡ്രോൺ അറ്റാക്കിൻ്റെ ഭാഗമായിട്ടാണ്. അത് മാത്രമല്ല US നിന്ന് 25% താരിഫ് എന്ന് പറഞ്ഞ അലൂമിനിയം സ്റ്റീലിൻ്റെയും താരിഫ് കൂട്ടി 50% ആക്കി. അത് നാളെ മുതൽ ഇംപ്ലിമെൻറ്റഡ് ആകും എന്നുള്ള ന്യൂസുകളൊക്കെ കാരണമുള്ള അൺസർട്ടനിറ്റി കാരണമാണ് ഗോൾഡിൻ്റെ ഒരു റാലി ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ ആ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ് അടുത്തൊരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 3430 അതിൻ്റെ അടുത്ത റേഞ്ച് 3480 കഴിഞ്ഞ വട്ടം പോയ 3500 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ അതും 3430 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് എത്തുന്നത് എന്നാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് NFP വരുന്ന ദിവസമോ അല്ലെങ്കിൽ അത് എന്താ പറയുക എന്നാണോ റഷ്യ തിരിച്ചടിക്കുന്നത്. ഉറപ്പായിട്ട് റഷ്യ തിരിച്ചടിക്കും അല്ലേ. റഷ്യ തിരിച്ച് യുക്രൈനെ എത്താണോ അടിക്കുന്നത് അന്നായിരിക്കാം ചിലപ്പോൾ ഈ 3480 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് അല്ലെങ്കിൽ 30 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് ഗോൾഡ് വരിക എന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ ഇന്നലെ ബേസിക്കലി റഷ്യ ഉക്രൈൻ പീസ് ടോക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രിസണേഴ്സിനെയും അതേപോലെ വൂണ്ടഡ് ആയിട്ടുള്ള പ്രിസണേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു സീസ് ഫയറിൻ്റെ ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക, അത് വീണ്ടും നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ പവലിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ചൊരു ഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടാണ് മാർക്കറ്റിൽ വലിയ ചാഞ്ചാട്ടമൊന്നും ഉണ്ടാവാതിരുന്നത്. ഓക്കെ, അതേപോലെ എന്താ പറയുക,
നമ്മുടെ NFP വെള്ളിയാഴ്ച വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു കാരണവശാലും മറക്കാതിരിക്കുക. കാരണം അന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ് നമ്മൾ കാണാനായിട്ടും സാധിക്കുന്നത്. അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നിപ്പം US-ഉം യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ആ ഒരു അകൽച്ച അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ US ഒരുപാട് ഡൊണാൾഡ് ട്രംപ് എടുത്ത് ശ്രമിക്കുന്നുണ്ട്. എന്താ പറയുക, യൂറോപ്യൻ യൂണിയനെ ഒന്ന് അകലെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പണ്ട് ഇന്ത്യയിൽ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി പോലത്തുള്ള പോളിസികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതേപോലെ യൂറോപ്യൻ യൂണിയനെ തകർക്കുക എന്നുള്ളൊരു ഒരു 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 അജണ്ടയോടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി പൊളിറ്റിക്കലായിട്ടുള്ള എന്താ പറയുക പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, സോ യെസ്, സോ ഇത്രയൊക്കെയാണ് ബേസിക്കലി പൊളിറ്റിക്കലായിട്ടുള്ള ന്യൂസുകളിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടിട്ട് ഇത് യൂറോനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഗോൾഡിനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതേപോലെ ക്രിപ്റ്റോ ഒരു ഫിനാൻഷ്യൽ അസറ്റായിട്ട് കൊണ്ടുവരും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ ആ ഒരു സമയം, ആ ഒരു എന്താ പറയുക, അത് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അത് ഡയറക്റ്റ്ലി നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ, അത് ക്രിപ്റ്റോയുടെ റേറ്റിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോറക്സിൻ്റെ ഉള്ള പല കമ്മോഡിറ്റീസിൻ്റെ റേറ്റിനെയൊക്കെ ഇത് അഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും US സ്റ്റോക്കുകൾ അതിൻ്റെ പ്രൈസിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് പോവുക. ഇതൊക്കെയാണ് ആക്ച്വലി പൊളിറ്റിക്കലായിട്ട് ഇന്നലെ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY തന്നെ വരാം. JPY ഇപ്പം 142.916 നിൽക്കുന്നത്. 143യുടെ മുകളിലായിട്ട് മാർക്കറ്റ് സഞ്ചരിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. മാർക്കറ്റ് തിരിച്ച് താഴോട്ട് തന്നെ പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് JPYയിൽ എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ബെറ്റർ, അല്ലെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് 142 മാർക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു എൻട്രി അവിടെ നിന്ന് എടുക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇല്ല എങ്കിൽ 142.40 അല്ലെങ്കിൽ 60 റേഞ്ചിൽ മാർക്കറ്റ് കിട്ടിയാൽ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു ബൈ എടുക്കാം. അങ്ങനെയാണെങ്കിൽ 142.60 നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വെറും ഒരു 20 പിപ്പ് 142.40 താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി എന്നുള്ളതാണ് അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതാണ് എനിക്ക് JPYയിൽ പറയാനുള്ളത്. 142 അവിടെ നിന്ന് ബൈ, അല്ലെങ്കിൽ 142.60 അവിടെ കിട്ടിയാൽ അവിടെ നിന്നൊരു ബൈ. ഓക്കെ, 143 അവിടെ നിന്ന് സെല്ലെടുക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് യൂറോപ്പ് ഓപ്പണിംഗ് സമയത്ത് 143 താഴെയായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ 143 അവിടെ നിന്ന് ബൈ എടുക്കണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ 10 മണിക്കുള്ള ക്യാൻഡിൽ, UK ടൈമിംഗ് 10 മണിക്കുള്ള ക്യാൻഡിൽ, അതായത് ഇന്ത്യൻ ടൈമിംഗ് 2:30 ക്യാൻഡിൽ, ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്ത് 143 മുകളിലാണ് മാർക്കറ്റ് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷണം നടത്താവുന്നതാണ്. 142.40 താഴെ, ഓക്കെ, ഇന്നലെ പോയതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇടണം. ഒരു 60 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടുത്തെ ഒരു എന്താ പറയുക ഒരു പ്രോബ്ലം. ഇച്ചിരി സ്റ്റോപ്പ് ലോസ് ഇച്ചിരി വലുതാണ്, എന്നിരുന്നാലും അത് നമുക്ക് സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് ആയിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം എനിക്ക് കൃത്യമായിട്ട് യൂറോയിൽ ഒരു കമൻറ്റ് പറയാനായിട്ടില്ല. യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് കൊണ്ടിരിക്കുന്നത് 1.14256 1.1400 മുകളിലായിട്ട് മാർക്കറ്റ് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ച താഴോട്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യവും കൂടെ. ഇന്നലെ ഓടി മുകളിലോട്ട് കയറിയതാണ്, എങ്കിലും നമുക്ക് സെല്ലിലോട്ട് എനിക്കൊരു റെക്കമെൻഡേഷനും ഇല്ല. പക്ഷെ എന്നിരുന്നാലും ഇന്ന് വൈകുന്നേരം ലഗാർഡിൻ്റെ സ്പീച്ചിനെയൊക്കെ അനുബന്ധിച്ച് ചിലപ്പം വലിയ ടെർബുലൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ NFP അനുബന്ധിച്ച് വലിയൊരു ടെർബുലൻസ് ഉണ്ടാവാം. മാർക്കറ്റ് ഒറ്റയടിക്ക് താഴോട്ട് പോകാനുള്ള കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം.
ഓക്കെ, സാധിക്കും എന്നല്ല, സാധിക്കാം. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ നേരത്തെ പറയാറുള്ള ഒരു 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 ബൈ എൻട്രി 1.100 എന്ന് പറയുന്ന എൻട്രി നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ബൈ ലിമിറ്റ് ആക്കി വെച്ചാൽ നമുക്ക് നല്ലൊരു കാര്യമായിരിക്കും. 1.100 എന്ന് പറയുന്ന ആ ഒരു എൻട്രി. ഓക്കെ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അതൊരു ലോങ്ങർ ടേമിലോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, എനിക്കറിയാം ലോങ്ങർ ടേമിലോട്ട് ഒരു 6 മാസമൊക്കെ നമ്മൾ ഒരു ബൈ ചെയ്താൽ ഉറപ്പായിട്ടും സ്വാപ്പ് ചാർജ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. പക്ഷേ നിങ്ങളുടെ പല കമ്പനീസും പല ബ്രോക്കേഴ്സും ഇപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്ന ബ്രോക്കർ എനിക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് തരും. ഓക്കെ, സ്വാപ്പ് ഫ്രീ ആയിട്ട്, അതായത് സ്വാപ്പ് ഇല്ലാത്ത അക്കൗണ്ട്. അപ്പം അവർക്ക് സ്വാപ്പ് ഉള്ള അക്കൗണ്ട് ഉണ്ട്, സ്വാപ്പ് 14 ദിവസത്തേക്ക് ഇല്ലാത്ത അക്കൗണ്ട് ഉണ്ട്, ഫുള്ളി സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടുകളുണ്ട്. ഓക്കെ, സോ അത് നിങ്ങൾ ഏത് ബ്രോക്കറാണോ യൂസ് ചെയ്യുന്നത് ആ ബ്രോക്കറിൻ്റെ അടുത്ത് സംസാരിച്ചാൽ ചിലപ്പം അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ എന്നെ. നല്ല സ്വാപ്പ് ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഞാൻ റെക്കമെൻഡ് ചെയ്ത് തരാം. ഓക്കെ, സോ അതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. അതേപോലെ GBPയിലും സെയിം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 1.3524 നിൽക്കുന്ന മാർക്കറ്റ് 1.3500 അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, 1.3500 അവിടെ നിന്ന് മുന്നോട്ട് പോകാം. സപ്പോസ് മാർക്കറ്റ് 1.300 അവിടെ നമുക്ക് ഒരു ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സപ്പോസ് മാർക്കറ്റ് 1.35 താഴെ കടന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും 1.3500 ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയും ഓക്കെ അവിടുന്ന് ഒരു വലിയൊരു എൻട്രി മുകളിലോട്ട് ഒരു ലോങ്ങർ ടൈമിലോട്ട് കിട്ടാനുമായിട്ടുള്ള പോസിബിലിറ്റിയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ GBPയിൽ ഓക്കെ നമുക്ക് എന്തായാലും ഒരു 1000 to 1500 പിപ്സാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, GBP ഒക്കെ ഞാൻ താഴെ ഇരുന്ന സമയത്ത് 1.200 മാർക്കറ്റ് കഴിഞ്ഞ് ജാനുവരിയിൽ ഇറങ്ങിയപ്പോൾ അന്നേ ഞാൻ ബൈ ചെയ്യാൻ പറഞ്ഞതാണ്. അന്ന് ഒരു ലോട്ട് ബൈ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് $15,000 ആണ് ഇന്നത്തെ പ്രോഫിറ്റ് എന്നുള്ളൊരു കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 1.300 നിന്ന് ബൈ ചെയ്യുക, ലോങ്ങർ ടേമിലോട്ട് ഒരു 6 to 7 months ഹോൾഡ് ചെയ്യുക, ഓൾമോസ്റ്റ് ഒരു 1500 പിപ്സിൻ്റെ മൂവ്മെൻ്റ് എടുക്കുക. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 1.200 ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് ഏകദേശം ഒരു $30,000 പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. ഉറപ്പായിട്ട് സ്വാപ്പ് ചാർജ് ഒക്കെ ഉണ്ടാവും പല ബ്രോക്കേഴ്സിൽ. നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. GBP എനിക്ക് സെൽ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയണം എന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് എങ്ങാണ് മുകളിൽ 1.3600 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് 2 മാർക്കറ്റ് കണ്ടീഷനിൽ മാർക്കറ്റ് 1.3500 താഴെയായിട്ട് 10 മണിക്കുള്ള ക്യാൻഡിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കുള്ള ക്യാൻഡിൽ 1.3500 താഴെയാണ് എങ്കിലും നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ഒരു സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് പറയാനായിട്ടില്ല. ബേസിക്കലി GBP 1.3500 അവിടുന്ന് ഒരു മാർക്കറ്റ് കണ്ടീഷനിലാണെന്നുകൊണ്ട് ഓർക്കണം, അത് റിസ്ക് ആണ്. ഓക്കെ, ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇന്നലെ പോയ ഹൈയുടെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം 1.3500 താഴെയായിട്ട് നമുക്ക് ഒരു സെൽ എൻട്രി കൊടുക്കാം. ഇല്ലെങ്കിൽ 1.3600 വരെ വെയിറ്റ് ചെയ്ത് അവിടുന്ന് നമുക്കൊരു സെൽ എൻട്രി വേണമെങ്കിലും അത് കുറച്ചും കൂടെ ഓക്കെ ആയിട്ടുള്ളൊരു സെൽ എൻട്രിയാണ്. അധികം നേരം ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു 30 to 40 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. നേരെ നമ്മളുടെ ഫേവറേറ്റ് ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3355 3390 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയും മാർക്കറ്റ് ഇന്ന് ഇവിടെ UK രാത്രി തന്നെ മാർക്കറ്റ് താഴോട്ട് പോവുകയും ചെയ്തു. ഓക്കെ, സോ അടുത്തൊരു എൻട്രി എവിടെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും 3330 എന്ന് പറയുന്നത് ഒരു നല്ലൊരു എൻട്രി ആയിരിക്കും. അവിടുന്ന് മാർക്കറ്റ് ഉറപ്പായിട്ടും മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയും അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അല്ലാതെ വേറെ മാർക്കറ്റ് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി
അല്ലെങ്കിൽ മുകളിലോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗോൾഡിൻ്റെ ഒരു റേഞ്ച്, ഓക്കെ, കഴിഞ്ഞ വട്ടം പോയതുപോലെ 3500 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ആണ് അല്ലേ. ഈ 3500 വരെ ഈ വട്ടം പോകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും 3480 വരെ പോകും എന്നുള്ളതാണ് ഒരു 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 അസംഷൻ എന്ന് പറഞ്ഞാൽ, ഓക്കെ. അതും പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഒന്നെങ്കിൽ NFP വരുന്ന ദിവസം, നോൺ ഫാം പേറോൾ വരുന്ന ദിവസം 3430 വരെ പോകാം, ഓക്കെ. ഇല്ല എങ്കിൽ എന്നാണോ റഷ്യ ഉക്രൈനിൽ പോയി തിരിച്ചടിക്കുന്നത്, അത് മിക്കവാറും ഈ ആഴ്ച തന്നെ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്, ഓക്കെ. ഇല്ല എങ്കിൽ അടുത്ത ആഴ്ച ആയിരിക്കാം, എന്തായാലും അവർ തിരിച്ചടിക്കും. അങ്ങനെ തിരിച്ചടിക്കുന്ന ദിവസം 3430 അല്ലെങ്കിൽ 3480 മാർക്കറ്റ് പോവാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും തുറന്ന് തന്നെ ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ച് പോവുകയാണ്, ഓക്കെ. സോ അതുകൊണ്ടിട്ട് മാർക്കറ്റിനെ നമ്മൾ നല്ല രീതിയിൽ കാണുക, നല്ല ബൈ എൻട്രീസ് എടുക്കുക, സെൽ എൻട്രിയിലോട്ട് പോവാതിരിക്കുക എന്ന് ഉള്ളതാണ് എനിക്കുള്ള റെക്കമെൻഡേഷൻ. ഗ്രാഫിൻ്റെ എന്താ പറയുക, ഇടയ്ക്കുന്ന മാർക്കറ്റിൽ നിന്ന് എടുക്കാതിരിക്കുക, ഓക്കെ. 10 മണിക്കുള്ള ക്യാൻഡിൽ, ഓക്കെ, ഇപ്പം 9 മണി, ഓക്കെ, 7 മണിക്കുള്ള ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു ഇത്, ഓക്കെ. 3364, അതായത് ഇവിടുത്തെ യൂറോപ്പ് ഓപ്പൺ ആയ സമയത്തുള്ള ക്യാൻഡിൽ. സോ 10 മണിക്കുള്ള ക്യാൻഡിൽ 3360 മുകളിലോട്ട് പോയില്ല എങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊരു ചാൻസ് ഉണ്ട് 3330 മാർക്കറ്റ് എത്തും എന്നുള്ളൊരു ഒരു സൂചനയാണത്, ഓക്കെ. ഒരു സൂചനയാണത്. ആ സൂചന കണക്കിലെടുത്ത് അവിടുന്ന് സെല്ലെടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ, ഒരിക്കലും ചെയ്യരുത്. ബൈ മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. 3330 എന്ന് പറയുന്ന ബൈ എൻട്രി എടുത്ത് നമുക്ക് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്, ഓക്കെ. ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കുക, ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.